എറണാകുളം ജില്ലയിലെ തട്ടേക്കാട് പക്ഷി സംഘത്തിന്റെ അടുത്താണ് നിൽക്കുന്ന ഒരു യുവകർഷകനെ പരിചയപ്പെടുത്താൻ വന്നിട്ടാണ്. പേരെന്നാ? ബെഞ്ചമിൻ കെന്നഡി. എത്ര വയസ്സുണ്ട്? എനിക്ക് 28 വയസ്സ്. വിദ്യാഭ്യാസം? M.Com കഴിഞ്ഞു. അപ്പൊ കാർഷിക മേഖലയിലേക്ക് അച്ഛൻ കൊണ്ടുവന്നാണ് കാർഷിക മേഖലയിലേക്ക്. എത്ര ഏക്കറിലാണ് റംബൂട്ടാൻ കൃഷി? ഇത് നമ്മുടെ 5 ഏക്കർ ലാൻഡ് ഉണ്ട് നമുക്ക് ഇവിടെ. എത്ര മരങ്ങളുണ്ട്? നമുക്ക് 500ഓളം മരങ്ങളുണ്ട്. അപ്പൊ അതിന്റെ കാഴ്ചയിലേക്ക് പോയാലോ? പോയേക്കാം നമുക്ക്. കാർഷിക മേഖലയിലേക്ക് ഇവിടെയൊക്കെ ചെറുപ്പക്കാർ കടന്നു വരാറുണ്ടോ? ഇവിടെ ഇപ്പൊ വളരെ കുറവാണ്. ഞാൻ ഇപ്പൊ ഈ മേഖലയിൽ ഇപ്പൊ ഈ ഭാഗത്ത് ഞാൻ ഉള്ളൂ. എന്നൊക്കെ കൃഷി ചെയ്യണം ഇപ്പൊ? റംബൂട്ടാൻ നമ്മള് റംബൂട്ടാനുണ്ട്, നമുക്ക് പൈനാപ്പിളും ഉണ്ട്. പൈനാപ്പിൾ എത്ര ഏക്കറുണ്ട്? പൈനാപ്പിൾ നമ്മളൊരു 1 ലക്ഷം കാനി മേളിലേ ഉള്ളൂ. ഇപ്പൊ ഞാനൊരു 2 കൊല്ലമേ ഉള്ളൂ ഫീൽഡിലേക്ക് വീണ്ടും കയറി വന്നിട്ടേ. അല്ലേ? അപ്പൊ ഇടക്ക് പോയായിരുന്ന? അപ്പൊ ഞാൻ പഠനത്തിന് ശേഷം വിദേശത്ത് പോകാൻ വേണ്ടി ഇരുന്നായിരുന്നു. പിന്നെ എന്റെ 2 ചേട്ടനും അനിയനും വിദേശത്താ. അപ്പൊ നാട്ടിലൊരാൾ വേണം, പിന്നെ നമ്മുടെ കൃഷിയൊക്കെ നോക്കിയെടുത്ത് ഈ ഫീൽഡിൽ കുറവാലോ ആളുകള്. ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പം അവിടെ ചേട്ടനൊക്കെ പൈസ ഇവിടെ ഉണ്ടാക്കണുണ്ടോ? കുഴപ്പമില്ല. ചേട്ടനൊക്കെ അവിടെ 1.5 ലക്ഷം രൂപ കിട്ടുള്ളൂ. മറ്റു കൂടി കിട്ടുണ്ടെന്നാ പറയണത്. ഇപ്പൊ റംബൂട്ടാൻ കൃഷിയൊക്കെ എങ്ങനെ പോണിത്തടുത്താ? റംബൂട്ടാൻ കൃഷി കുഴപ്പമില്ല. നമ്മള് 16 വർഷത്തോളമായി ഈ ഫീൽഡില്. അതായത് ഈ ഏരിയയിൽ ആദ്യം തുടക്ക കാലഘട്ടത്തിൽ നമ്മളാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഈ മരങ്ങളെ കാണുമ്പോ തന്നെ അറിയാം വലിയ പ്ലാന്റുകളായിട്ട് മാറി. ഇപ്പൊ ഈ ഒരു മരത്തിൽ നിന്നൊക്കെ എത്ര ഈൽഡ് കിട്ടുന്നുണ്ട്? ഈ മരത്തെ ഇതിപ്പോ ഒരു 3 വർഷം കഴിഞ്ഞ മരങ്ങളാണ്. ഇതിപ്പോ കഴിഞ്ഞ കൊല്ലം മുതലാണ്, ഈ കൊല്ലം മുതലാണ് ശരിക്കും ഇതിനകത്തേക്ക് എത്തിയേക്കണേ. നമുക്ക് ആദ്യം എത്ര വെച്ചത് അവിടെ? ആദ്യം നമ്മളൊരു 20 മരത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് നമ്മള് 16 വർഷം മുന്നേ. പിന്നെ നമ്മള് ഘട്ടം ഘട്ടമായിട്ട് കയറി വന്ന് ഇപ്പൊ ഒരു 500ഓളം മരങ്ങളുണ്ട്. 500 മരങ്ങളുണ്ടല്ലേ? അപ്പൊ ടോട്ടലി ഈ വർഷം എത്ര സെയിലാണ് മൊത്തം പ്രതീക്ഷിക്കുന്നത്? ഈ വർഷം നമ്മളൊരു 25 ടണ്ണോളമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എത്ര രൂപ ടോട്ടൽ പ്രതീക്ഷിക്കുന്നത്? 25 ലക്ഷം രൂപ. അതിപ്പോ നമുക്ക് ഇത് പ്രൈസ് അനുസരിച്ചിരിക്കും. പൈനാപ്പിൾ എത്ര ഏരിയയിലുണ്ട്? പൈനാപ്പിൾ നമുക്കൊരു 10-15 ഏക്കർ അടുത്തുള്ളൂ. അസാധ്യ ആംബിയൻസ് ഉള്ള സ്ഥലമാട്ടാ. മലയും വലിയൊരു പള്ളിയും ഇവിടെ അടിപൊളി ഫെൻസിങ്ങും ഉണ്ട്. ഫെൻസിങ്ങിന് ഇവിടെ എന്നൊക്കെ അറ്റാക്കുകൾ പ്രധാനമായിട്ടുണ്ടാകുന്നത്? കാട്ടുപന്നികൾ പോലുള്ള ഇതാണുള്ളത്. പിന്നെ പുള്ളിമാൻ. അപ്പൊ ഈ ഫെൻസിങ് ഉള്ളപ്പോ നമുക്ക് പറമ്പിലേക്ക് അതിക്രമിച്ച് കയറാതിരിക്കും. ഈ പലരും ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വെറുതെ ലാൻഡ് ഇടിയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനൊക്കെ കവർ ചെയ്ത് കാശ്മീരിൽ എല്ലായിടത്തും പ്രതിസന്ധി ഉണ്ടാവും. പക്ഷെ അതിനൊക്കെ കവർ ചെയ്തിട്ട് തരണം ചെയ്യാൻ വേണ്ടി ഫെൻസിങ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ ചെറിയ സബ്സിഡി എല്ലാം കിട്ടുക? ഇല്ല, ഇത് നമ്മുടെ സ്വന്തം പൈസ വെച്ചിട്ട് വെച്ചതാണ്. എനിക്ക് ഗവൺമെന്റ് ഇപ്പൊ സബ്സിഡി ഒക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടോ ഏരിയയിൽ? അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ അത് മേടിച്ചേക്കണേ. ഈ റംബൂട്ടാന്റെ പരിചരണ രീതിയൊക്കെ എങ്ങനെയൊക്കെയാണ് ഇവിടെ നമ്മള് മണ്ണിനെയൊക്കെ ആദ്യം തന്നെ ഒരു pH ലെവലെല്ലാം കൺട്രോൾ ചെയ്ത് നിർത്തും. ആദ്യം തന്നെ കുമ്മായൊക്കെ ഇട്ട് കൊടുത്ത് ഒരു 6.5-നും 7-നും ഇടയ്ക്ക് ആക്കി നമ്മള് pH കറക്റ്റ് ആക്കി നിർത്തും. കോഴികളെന്ന് പറഞ്ഞാൽ നമ്മള് ചകിരിച്ചോറിലുള്ള കോഴികളാണ് കൊടുക്കുന്നത്. അപ്പൊ അതാവുമ്പോ പറ്റുവാ. അറക്കപ്പൊടി ഇതിന് അത്ര നല്ലതല്ല, പച്ചക്കറിക്ക് നല്ലതല്ല. അല്ല. അപ്പൊ ഈ കോഴി കൃഷി ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കണം. കൂടുതലും ചകിരിച്ചോറ് തന്നെ ഇട്ട് കൃഷിയാണെങ്കിൽ റംബൂട്ടാൻ കൃഷിക്കാർക്ക് ഒരു ഗുണകരമായിരിക്കും. അതെ, കാരണം വേരിന്റെ ഒരു തണുപ്പ് നിർത്താനും എന്തുകൊണ്ടും നല്ലത്. അത് എത്ര പ്രാവശ്യം ഇട്ട് കൊടുക്കും? അത് നമ്മൾ വർഷത്തിൽ ഒരു തവണ ഫ്രൂട്ട് എല്ലാം പറിച്ചു പോയതിനു ശേഷം പ്രൂണിങ്ങിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കും. പിന്നെ രാസവളങ്ങൾ വല്ലതും ഉണ്ടോ? പിന്നെ വളരെ മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കും. ഇപ്പൊ നമ്മളിവിടെ ചെയ്തത് മിസ്റ്റ് ഇറിഗേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. ഇതന്നെ മേളിൽ കൂടെ ഇട്ടിരിക്കണത് ഇതെന്ന് വെച്ചാൽ ഒരു മരത്തിന്റെ റൗണ്ട് നമ്മൾ ചെയ്തിട്ടേക്കുക. കാരണം എല്ലാ വേരുകൾക്കും കൃത്യമായിട്ട് നമുക്ക് വെള്ളം കിട്ടാൻ പാകത്തിനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഞാൻ പല റംബൂട്ടാൻ തോട്ടത്തിലും പോയിട്ടുണ്ട് കേട്ടാ. ഇങ്ങനെ ആരും ചെയ്തിട്ടില്ല. ഇപ്പൊ വൈഡ് ഏരിയയിൽ കിട്ടും. അതെ മൊത്തം സ്പ്രെഡ് ചെയ്യും. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഒരു 3 വർഷം കഴിഞ്ഞുള്ളൂ ഈ പ്ലാന്റ്. അപ്പൊ നമ്മളൊരു 4 മിസ്റ്റ് വീതമാണ് ഓരോ ചെടിക്ക് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ ഒരു മിസ്റ്റിൽ നിന്ന് നമുക്കൊരു പെർ അവർ 30 ലിറ്റർ വെള്ളം കിട്ടും. മഴക്കാലത്ത് വേനൽക്കാലത്തൊക്കെ നന കൊടുക്കും. മഴക്കാലത്ത് നമുക്ക് ആവശ്യമില്ല. വേനൽക്കാലത്താണ് നമ്മളൊരു ഫ്ലവറിങ് തുടങ്ങി എന്ന് കാണുമ്പോൾ തൊട്ട് നമ്മൾ നനഞ്ഞു കൊടുക്കും. റംബൂട്ടാൻ കൃഷിയിലേക്ക് പയ്യനെ കൊണ്ടുവന്നത് ഈ അച്ഛനാണ്. പേര് പറഞ്ഞിട്ട്? പേര് കന്നഡി. എത്ര വർഷമായിട്ടുണ്ട്? ഇത് 16 വർഷമായിട്ടുണ്ട്. സാറിന് പിള്ളേരൊന്നും കൊണ്ടുവരാറില്ലല്ലോ? നമ്മളെ പിള്ളേർ ചെറുപ്പം മുതലേ കൃഷിയിലേക്കാണ്. പിള്ളേർ എപ്പോഴും കൃഷിയായിട്ട് തന്നെ വളർന്നു വന്നു. 3 പിള്ളേര്. വയന വിട്ടില്ല. അതിന് കൂടുതൽ പൈസ ഉണ്ടാക്കാൻ നന്നായിട്ട് മണ്ണി പണിയെടുത്ത് കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളിൽ ഉണ്ടാക്കാൻ കൂടുതൽ പൈസ നമുക്ക് നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കാൻ പറ്റും. ശരിക്കും പണിയാനുള്ള മനസ്സ് വേണം. മടി കൂടാൻ പാടില്ല. പിന്നെ കട്ടക്ക് നല്ല
വരുമാനത്തിലേക്ക് വേണം. നല്ല വരുമാനത്തിലേക്ക് പോകണം. ഇത്തവണത്തെ അവസ്ഥ എങ്ങനെയൊക്കെ ഉണ്ട് റംബൂട്ടാൻ? ഇത്തവണ നമ്മൾ കൊടുത്തേക്കണത് 120 കൊടുത്തേക്കണത്, വലയിട്ട് പറിക്കും. നേരത്തെ തന്നെ ഫിക്സ് ചെയ്തിരിക്കണം. പക്ഷേ ഉള്ള പ്രശ്നം എന്നെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് ഇച്ചിരി മോശമായി കാണിക്കുന്നുണ്ട്. എങ്ങനെ മോശമാകും? മാർക്കറ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് 60 രൂപ 70 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് അടിക്കുന്നുണ്ട്. ഗുണമുണ്ട് ദോഷമുണ്ട്. പക്ഷെ അതിനെ കുഴപ്പമെങ്കിൽ നമുക്ക് മാർക്കറ്റ് നടക്കുന്ന മാർക്കറ്റ് അനുസരിച്ച് നമുക്ക് കച്ചവടക്കാരന് നമ്മൾ നടക്കുന്ന റേറ്റ് അനുസരിച്ചിട്ട് കൊടുക്കേണ്ടി വരും. ഒരു തൈ വെച്ച് നമ്മൾ കൃഷി പറിക്കാറാകുമ്പോൾ 10,000 മുടക്കും ഒരു തൈ. 1-2 മരം വെച്ചവർക്ക് വേണമെങ്കിൽ ഒരു നഷ്ടം കണക്കൂടെ എന്ത് വിലക്ക് പറിച്ചു കൊടുക്കാം. അല്ല, അവനങ്ങനെ വേറെ മുടക്കില്ല. ഇത് ഞങ്ങൾ ഇറിഗേഷൻ, ഫെൻസിങ് ഫുള്ള് കംപ്ലീറ്റ് നല്ല ഓട്ടോമാറ്റിക് സിസ്റ്റം ചെയ്തേക്കുന്നത്. അപ്പോൾ മരത്തിന് 10,000 മുടക്കും. തൈക്ക് വില 250 രൂപയുള്ളൂ. പക്ഷേ ഇതേപോലെയാണ് ഈ കച്ചവടക്കാരനാണെങ്കിൽ ഇതേപോലെ വലയും കൊണ്ട് ഇറക്കിയിട്ട് ഈ പറഞ്ഞ ഡെയിലി പണിക്കാരും പണിത് ഇതെല്ലാം പറിച്ച് പാക്ക് ചെയ്ത് കയറി പോകുമ്പോൾ അവനും പൈസ കിട്ടണ്ടേ. നമ്മളെ കൃഷിയിൽ നമ്മൾ ഒരാളെ മാത്രം രക്ഷപ്പെട്ട് കാര്യമില്ല. കൃഷിക്കാരൻ രക്ഷപ്പെടണം, ആ ഒപ്പം തന്നെ കച്ചവടക്കാരനുണ്ടെങ്കിൽ മാത്രമേ എപ്പോഴും കൃഷി മുന്നോട്ട് പോകുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഒരു കാരണവശാലും കൃഷി മുന്നോട്ട് പോകില്ല. കാരണം കൃഷിക്കാരൻ കച്ചവടക്കാരന് ഇതെല്ലാം വലയിട്ട് പറിച്ച് പാക്ക് ചെയ്ത് എല്ലാം കട കൊടുത്തു വിടുന്നത്. നമുക്ക് റെഡി പേയ്മെന്റ് ലക്ഷക്കണക്കിന് രൂപ കയറി പോകുന്നത്. ഈ സാധനം കട കൊടുത്തു വിടുന്നത്. ആ കടം പോയ പൈസ അവന് എത്ര നാളുകൊണ്ടാണ് മേടിച്ചെടുക്കുന്നത്? ഇതെല്ലാം നമ്മൾ കണക്കൂട്ടണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ പിടിക്കാണ്ട് മാർക്കറ്റിൽ നടക്കുന്ന റേറ്റ് അനുസരിച്ച് കച്ചവടക്കാരൻ നമുക്ക് ഇട്ട് തരും. നമ്മൾ അവരായിട്ട് ഒരു ധാരണയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കുറച്ച് മരങ്ങൾ വെച്ചിരിക്കുന്നവരെ അവർ കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യുക, സോഷ്യൽ മീഡിയ വഴി വില കുറക്കാതിരിക്കുക. ഒരു ഉൽപ്പന്നത്തിന് വില ഒന്ന് കൂട്ടിക്കൊണ്ടുവരുമെങ്കിൽ എന്തെല്ലാം പാടാണ്. പിന്നെ സൂപ്പർ മാർക്കറ്റ് ചെന്ന് അവർ വില കുറക്കുക. എപ്പോഴും ഈ വില കുറവൊക്കെ അനുഭവിക്കുന്നത് കൃഷിക്കാരായിരിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതുപോലത്തെ യുവാർഷരൊക്കെ കേരളത്തിൽ തന്നെ നിൽക്കും, അല്ലെങ്കിൽ വിദേശത്തേക്ക് കടക്കട്ടാ. കടക്കണ വേണ്ടെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം.